ആകാശവാണി കോഴിക്കോട്. പൂക്കൂട, കുട്ടികളുടെ പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ബാലുശ്ശേരി പുത്തൂർവട്ടം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം. ഞങ്ങൾ പുത്തൂർവട്ടം AMLP ബാലുശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഞങ്ങൾ ഒരുക്കുന്ന പരിപാടികളാണ് ഇന്ന് പൂക്കുടയിൽ. ആദ്യമായി ഈശ്വര പ്രാർത്ഥന അവതരിപ്പിക്കുന്നത് ശ്രീഷ്ണ, ആരാധ്യ, നിരഞ്ജന. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കൈയിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ, എന്നും എന്നിൽ കൃപ ചൊരിയണമേ. കൂട്ടുകാരെ, ഇനി നമുക്ക് ഓരോ ഭാഷകളിലൂടെയും സഞ്ചരിച്ചാലോ? പല ഭാഷ, പല വേഷം, പല തരക്കാർ തുടങ്ങിയവയെല്ലാം നമ്മുടെ നാടിനെ വ്യത്യസ്തമാക്കുന്നു. എന്റെ ഇന്ത്യ വൈവിധ്യമുള്ള നാടാണ്. അടുത്തതായി തമിഴ് പദ്യവുമായി കൊച്ചു കൂട്ടുകാരൻ ഗ്രിഗറിൻ. தமிழில் பிறந்து தமிழாய் வளர்ந்து தமிழை உயர்ந்து தமிழை உயர்த்திய தமிழ் சான்றோர்களை வணங்கி உங்கள் அனைவருக்கும் என் முதற்கண் வணக்கம். கவிஞர் கவிக்கோ அப்துல் ரஹ்மான் அவர்கள் இயற்றிய என்மொழி சென்மொழி இந்த கவிதை தொகுப்பிலிருந்து சென்மொழி இந்த கவிதை வரிகளை உங்களுக்காக மூழ்கிறேன். ஒளிக்கடலில் முதலாய் உதித்து வந்த பேரலையே, கலைக்கடலில் நாவினால் கடைய வந்து செவியமுடை, பிறந்த நாள் அறியாத பேரலையே, பிற மொழிகள் இருந்த நாள் காணு நிதம் இளமை பெற்று வந்தவளே, நயந்த மொழிகளுக்கு 4000 இருந்தும் உயர்ந்தவளே, உன்னை போல் உயிர்மையோடு இருப்பவர் யார்? வல்லினவும் மெல்லினவும் வளமான இடியனவும் நல்லினமாய் ஒன்று பெற்று நடக்க வழி சேர்ந்தவளே, உயர்மொழி நீ தனிமொழி நீ, உன்னதமாம் சென்மொழி நீ, உயிர்மொழி நீ மெய்மொழி நீ, உயர் வைத்து தருபவள் நீ, முதியவளாயிருந்தாலும் மோகம் தெரும் அழகால் புதியவளாயிருப்பவளே, பூவை போல் மலர்ப்பவளே, கண்ணிம்பையார் உனே நீயோ கணிப்பிள்ளே, பல பெற்ற அன்னை இது என்ன அதிசயம், பைதாலும் தித்திக்கும் மதுரமே, காலைக்கை கொய்தாலும் மலர் வனத்தில் குறையாத பூவனமே, நில்லாத காற்றை போல் நிமிக்கின்ற ஒளியை போல் எல்லோருக்கும் பொதுவாக இருப்பவளே, உன்னை நாம் உச்சரிக்கும் போதிலே ஊறுகின்ற வாயத்தன் எச்சிலும் தேனாகும், இதழ்களும் பூவாகும். பாடையிலே தேவர்களின் பாடைகள் போன பின்னும் மக்கள் பாடையிலே ஆடையிலே படிபடியாய் சிரித்தவள் நீ, இமயத்தில் கொடியேறி இருமாந்திருப்பவளே, சமயங்கள் அனைத்ததும் சமமாக மதித்தவளே, உன்னால பிறந்தோம் உன்னால வளர்ந்தோம் உன்னால பெருமை பெற்று உலகத்தில் வாழ்கின்றோம். அகம் நீ புறம் நீ எமம் ஆறு உயிரும் நீ, எங்கள் മുഖം നീ മുഖവരി നീ മുടിയാതെ പുകഴും നീ. വായ്പക്ക് നന്ദി, വണക്കം. വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ എന്നത് വാസ്തവം തന്നെ. മനുഷ്യന്റെ അമിതമായ ചൂഷണവും ഇടപെടലും മൂലം അനുദിനം ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് മറ്റൊരു സത്യം. പ്രകൃതി ദുരന്തങ്ങളിൽ മനുഷ്യന്റെ പങ്ക് എന്ന ആശയത്തിൽ പ്രസംഗവുമായി ശ്രീഷ്ണ. നമസ്കാരം ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ. പ്രകൃതി എന്ന പ്രതിഭാസം മഹത്തരമാണ്. പ്രകൃതിക്ക് പെറ്റമ്മയുടെ സ്ഥാനമാണുള്ളത്. അമ്മ നമുക്ക് എല്ലാം തരുന്നു. അതുപോലെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായതെന്തും
പ്രകൃതി നമുക്ക് തരുന്നു. നമ്മുടെ അമ്മയെപ്പോലെ പ്രകൃതിയും സുന്ദരിയാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ മനുഷ്യന്റെ പങ്ക് എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടട്ടെ. മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങിയാണ് ജീവിതം ആരംഭിച്ചത്. കാട്ടാറിലെ വെള്ളം കുടിച്ചും കായ്ക്കനികൾ ഭക്ഷിച്ചും മരപ്പത്തുകളിൽ ഉറങ്ങിയും മൃഗങ്ങളെ വേട്ടയാടിയും അവൻ കഴിഞ്ഞു. പ്രകൃതി എന്നും മനുഷ്യനെ വിസ്മയിപ്പിച്ച പ്രതിഭാസമാണ്. നമ്മുടെ നാട്ടിലെ വനങ്ങളും പുഴകളും താഴ്വാരങ്ങളും കൊച്ചരുവികളും പർവ്വതങ്ങളും മഴ, ഇടിമിന്നൽ, മഞ്ഞ്, മറ്റു ജീവജാലങ്ങളെല്ലാം അവനെ അത്ഭുത പരതന്ത്രനാക്കി. ഈ മനോഹാരിതയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഓരോ തലമുറയിലും ജീവിച്ചവർ യാതൊരുവിധ പോറിലും ഏൽപ്പിക്കാതെ അടുത്ത തലമുറയ്ക്ക് പൂർണ്ണചാരുതയോടെ കൈമാറിയാണ് നമ്മുടെ കയ്യിലെത്തിയത്. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ക്രമേണ അവൻ പ്രകൃതിയെ കീഴടക്കാൻ തുടങ്ങി. തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കു വേണ്ടി പ്രകൃതിയെ മാറ്റിമറിച്ചു. ജലസ്രോതസ്സുകളായ കുന്നുകൾ ഇടിച്ചു നിരത്തിയും പാറകൾ പൊട്ടിച്ചും റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. പുഴകളുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സം നിർത്തി അണക്കെട്ടുകൾ നിർമ്മിച്ചു. കാടു കയ്യേറി അമ്പരചുംബികളായ റിസോർട്ടുകൾ പോലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക വഴി വന്യജീവികളുടെയും മറ്റു ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കി. നമുക്ക് ലഭിച്ച ഓരോ സൗഭാഗ്യത്തെയും നമ്മൾ തന്നെയല്ലേ ഇല്ലാതാക്കുന്നത്? പ്രിയരെ, വ്യാപകമായ വനനാശം നമ്മുടെ നാടിന്റെ സൗന്ദര്യത്തെ നശിപ്പിക്കുക മാത്രമല്ല, ഏറ്റവും വലിയ ക്രൂരതയാണ്. നമ്മുടെ കാലാവസ്ഥയെ ആകെ തകിടം മറിക്കുന്നു. അതിവൃഷ്ടി, അകാലവൃഷ്ടി, കൊടും വരൾച്ച എന്നിവയ്ക്ക് കാരണമാകുന്നു. മണ്ണൊലിപ്പ്, ജലക്ഷാമം ഇവ വനനശീകരണത്തിന്റെ ദോഷങ്ങളിൽ ചുരുക്കം ചിലതാണ്. ശുദ്ധമായ വെള്ളം ഒഴുക്കിയിരുന്ന ഔഷധ മൂല്യമുള്ള പല ജലാശയങ്ങളും വ്യവസായശാലകളിൽ നിന്നും പുറത്തുവിട്ട രാസമാലിന്യങ്ങളാൽ മലിനമായി. വാഹനങ്ങളുടെ അമിതമായ ഉൽപാദനവും ഉപയോഗവും അന്തരീക്ഷത്തെ മലിനമാക്കി. ശുദ്ധവായു എന്നത് സങ്കല്പം മാത്രമായി. ഡൽഹി പോലെ തിരക്കേറിയ നഗരങ്ങൾ ഇതിനുദാഹരണമാണ്. എന്തിനേറെ, ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ സൗന്ദര്യം പോലും വ്യവസായിക മാലിന്യത്താൽ ഇന്ന് ഭീഷണിയിലാണെന്ന് നമുക്കറിയാം. വായു മലിനീകരണം ക്രമേണ ജീവജാലങ്ങളുടെ നാശത്തിലേക്ക് എത്തിക്കുമെന്നതിൽ തർക്കമില്ല. മനുഷ്യനെ കാർന്നു തിന്നുന്ന വിപത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെന്ന് ബോധ്യമുള്ളവരാണ് നമ്മൾ. എന്നിട്ടും ഇതിൽ നിന്ന് നാം പിന്മാറുന്നില്ല എന്നത് ഖേദകരം തന്നെ. സ്നേഹിതരെ, ദുരന്തങ്ങൾ നാം എത്ര അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഒരു ഉദാഹരണം മാത്രമാണ് വയനാട് ദുരന്തം. അറിവുള്ളവർ തരുന്ന ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും നമ്മൾ പാടെ അവഗണിക്കുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റിയതിൻ്റെയും പാറകൾ പൊട്ടിച്ചതിൻ്റെയും ഫലമായി ഉരുൾപൊട്ടൽ പോലെ ഒരുപാട് ജീവജാലങ്ങളുടെ ജീവനെടുത്ത ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പ്രകൃതി മനുഷ്യരുടേത് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ അളവിൽ അവകാശപ്പെട്ടതാണെന്ന് മനുഷ്യർ വിസ്മരിക്കുന്നു. കണ്ട കാഴ്ചയിൽ നമ്മൾ അഹങ്കരിക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഒരു കുടുംബമാണെന്ന തരത്തിൽ ചിന്തിക്കേണ്ട നമ്മൾ സ്വാർത്ഥരാകുന്നു. ഈ പോക്ക് പോയാൽ ദാഹജലത്തിനായി കേഴുന്ന വേഴാമ്പലിന്റെ ഗതി മനുഷ്യ സമൂഹത്തിന് വരുമെന്ന് ഉറപ്പാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രതയും ആവർത്തനവും വർദ്ധിച്ചു വരുന്നത് മനുഷ്യന്റെ അനിയന്ത്രിതമായ പ്രവൃത്തികളുടെ ഫലമാണെന്നത് നിസ്സംശയം പറയാം. പ്രിയരെ, മനുഷ്യനിർമ്മിതമായ പ്രകൃതി ദുരന്തങ്ങളുടെ അവസാനിക്കാത്ത അധ്യായങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പൂർണ്ണമായും പ്രകൃതിയിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയില്ല എന്നത് വസ്തുതയാണ്. എങ്കിലും പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കും. നമ്മുടെ പ്രശസ്ത കവയിത്രി ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ വരികൾ ഞാൻ ഈ വേളയിൽ ഓർക്കുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ആഗോളതലത്തിലുള്ള ദുരന്തങ്ങൾ ഇന്ന് നമ്മെ തേടിയെത്തിയിരിക്കുന്നു. ഇതിലെല്ലാം പ്രതിവിധി ഒന്ന് മാത്രം: പ്രകൃതിയെ സ്നേഹിക്കുക. ഒരു കരുതൽ എന്നും വേണം. ഇത്രയും പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇനിയൊരു ഇംഗ്ലീഷ് പദ്യവുമായി കൊച്ചുമിടുക്കി ഹവ്വ മെഹബിൻ. ഗുഡ് മോർണിംഗ് ഓൾ. ടുഡേ I am going to sing an English song. Proud of you. Love in your eyes, sitting silent by my side, going on, holding hands, walking through the nights. Hold me up, hold me tight, lift me up to touch the sky, teaching me to love with heart, helping me open my mind. I can fly, I am proud that I can fly, to give the best of mine till the end of the time. Believe me, I can fly, I am proud that I can fly, till give the best of mine, the heaven in the sky, stars in the sky, wishing once upon a time. Give me love, make me smile till the end of
Life, hold me up, hold me tight, lift me up to touch the sky, teaching me to love with heart, helping me open my mind. I can fly, I am proud that I can fly, to give the best of mine, the heaven in the sky. I can fly, I am proud that I can fly, to give the best of mine, the heaven in the sky. പല ഭാഷകൾ എന്നും നമ്മുടെ നാടിനെ വേറിട്ടതാക്കുന്നു. നമുക്കിനി ഒരു അറബിക് ഗാനം കേട്ടാലോ? കൂട്ടുകാർക്ക് ഇതെന്തായാലും ഇഷ്ടമാവുമെന്നത് തീർച്ച. അവതരിപ്പിക്കുന്നത് ശ്രീഷ്ണ, നിരഞ്ജന, ആരാധ്യ. വതനിൽ മുശ്രികുമാ അബ്ഹാ, ബഹ്റുൻ അസ്റകുമാ അസ്ഫാ, വതനിൽ മുശ്രികുമാ അബ്ഹാ, ബഹ്റുൻ അസ്റകുമാ അസ്ഫാ, വതനി ശംസുൻ വതനി ബദ്റുൻ വതനി ഇത്റുൻ മാ അഷ്ദാ, വതനിൽ ഹാലിൻ സുബ്ഹുൻ ബാസിൻ യസ്ഹു ഫീഹി ഖൈറുൻ ദാഇ, വതനിൽ ഹാലിൻ സുബ്ഹുൻ ബാസിൻ യസ്ഹു ഫീഹി ഖൈറുൻ ദാഇ, വതനി ഉൻസുൻ വതനി ദിഫ്ഉൻ വതനി ഫജ്റുൻ മാ അസ്നാ, വതനി ഫഹ്റുൻ ലിൽ അംജാദ്, വതനി ദുഹ്റുൻ ലിൽ അഫ്ഫാദ്, വതനി ഫഹ്റുൻ ലിൽ അംജാദ്, വതനി ദുഹ്റുൻ ലിൽ അഫ്ഫാദ്, വതനി മർജുൻ വതനി റൗനുൻ വതനി നബ്ഉൻ ലിൽ അവ്വാ. അനുദിനം മനുഷ്യൻ പ്രകൃതിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി എന്നും മനുഷ്യനെ വിസ്മരിപ്പിക്കുന്ന പ്രതിഭാസമാണെന്ന് പല നിമിഷങ്ങളിലും നമ്മൾ വിസ്മരിക്കുന്നു. നഷ്ടമാകുന്ന നന്മമരങ്ങളാണ് നമുക്ക് ചുറ്റിലുടനീളവും. പരിപാടിയിൽ അടുത്തത് മലയാളം കഥ അവതരണവുമായി നമ്മുടെ കൂട്ടുകാരി ഹിമഗംഗ. നഷ്ടപ്പെടുന്ന നന്മ മരങ്ങൾ. അവധിക്കാലം തുടങ്ങിയതോടെ രാഹുൽ ഹോസ്റ്റലിൽ നിന്നിറങ്ങി. യാത്ര പറഞ്ഞ് അവൻ ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങി. പെട്ടെന്ന് ഫോൺ കരയാൻ തുടങ്ങി. ഫോൺ എടുത്തു നോക്കി. അമ്മയുടെ മെസ്സേജ് ആയിരുന്നു. നീ അമ്മാമ്മയുടെ വീട്ടിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെയുണ്ട്. ഫോൺ പോക്കറ്റിൽ വെച്ച് ബസ് കാത്തു നിന്നു. അല്പസമയത്തിന് ശേഷം ബസ് വന്നു. ബസ്സിൽ കയറി പോകാനുള്ള സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ടിക്കറ്റ് എടുത്തു. ശേഷം ബാഗിൽ നിന്ന് ഇയർഫോൺ എടുത്ത് ചെവിയിൽ തിരുകി. പാട്ടിന്റെ മായാലോകത്തിൽ ലയിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മുന്നോട്ടഞ്ഞു. ബസ് ബ്രേക്ക് ഇട്ടത് കൊണ്ടാണ് സംഗീതത്തിൽ നിന്ന് മാറി ചിന്തിച്ചത്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാഴ്ചകൾ പിന്നിലേക്ക് ഓടി ഒളിക്കാൻ തുടങ്ങി. ബസ് സ്റ്റോപ്പിൽ അച്ഛൻ വണ്ടിയുമായി നിൽപ്പുണ്ടായിരുന്നു. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അച്ഛൻ ചോദിച്ചു. നന്നായിരുന്നെന്ന് പറയുമ്പോഴും രാഹുലിന്റെ കണ്ണുകളിൽ ആരെയോ തേടുകയായിരുന്നു. അമ്മയും അനിയനും കാത്തു നിൽപ്പുണ്ടായിരുന്നു. രാഹുൽ ചുറ്റുപാടും കണ്ണോടിച്ചു. കൊന്നമരം ആകാശത്തെ ചുംബിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ തലയുയർത്തി നിൽക്കുന്നു. പുല്ലുകൾ പുരുഷന്മാരെ പോലെ തലയുയർത്തി പിടിച്ചിരിക്കുന്നു. അനിയൻ വന്ന് ബാഗ് വാങ്ങിക്കൊണ്ടുപോയി. രാഹുൽ വീട്ടിലേക്ക് കയറി. വസ്ത്രം മാറി കുറച്ചു വെള്ളം കുടിച്ചതിന് ശേഷം രാഹുൽ തൊടിയിലേക്ക് ഇറങ്ങി. പ്രകൃതി അവനു വേണ്ടി ഇതളുകൾ വിരിച്ചിരുന്നു. വൈകുന്നേരം ടോണി വീടിന്റെ മുഴുവൻ പൈസയും കൊണ്ടുവരും. അമ്മയുടെ വാക്കുകൾ അവന്റെ കാതിൽ വന്നിറങ്ങിപ്പോയി. രാഹുലിന്റെ മുഖത്ത് സങ്കടം നിറയാൻ തുടങ്ങി. തന്റെ നന്മമരങ്ങൾ ഇവിടെയാണുള്ളത്. അവൻ നഷ്ടപ്പെടുകയാണോ? കുളങ്ങൾ, ചെടികൾ, പക്ഷികൾ. അവൻ കണ്ണുകൾ ചേർത്തടച്ചു. പുല്ലുകൾ എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി ചിരിച്ചു. മാവിന്റെ ശാഖകൾ വിഷാദത്തോടെ അവനെ നോക്കി. ആകാശത്തിൽ ഒരു വിടവ് പോലെ ആ മരം മാറുമോ? ഉണ്ണിയപ്പം പോലെയുള്ള മാങ്ങകൾ കൊത്തി തിന്നാൻ വരുന്ന അണ്ണാറക്കണ്ണന്മാർ. അവരുടെ ചിൽച്ചിൽ ശബ്ദം രാഹുലിന്റെ മനസ്സിലെ ചിത്രങ്ങൾക്ക് തിളക്കം വന്നു. തന്റെ മുന്നിൽ ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന പട്ടിക്കൂട്. അവയുടെ സമീപത്ത് നിന്ന് വസ്ത്രം ഊരി മാറ്റിക്കൊണ്ട് ഒരു പാമ്പ് മെല്ലെ ഇഴഞ്ഞുപോയി. പായലുകൾ കാട് പിടിച്ച് കിണറിനെ കാണാതാക്കിയിരിക്കുന്നു. മീനുകളുടെ സമ്മേളനം അതിലുണ്ടായിരുന്നു. താൻ നട്ട ചാമ്പമരം ഇലകൾ ഉപേക്ഷിച്ച് പ്രതികരിച്ചിരിക്കുന്നു. രാഹുലിന് ആ കാഴ്ച സഹിക്കാൻ കഴിഞ്ഞില്ല.
തുടർന്ന് പടിയിലിരുന്നു. കിണറ്റിലെ വെള്ളത്തിൽ ബക്കറ്റ് പതിച്ചപ്പോൾ മീനുകൾ ആഴങ്ങളിലേക്ക് ഓടി ഒളിച്ചു. പൊങ്ങി വന്ന ബക്കറ്റ് തുണികളിൽ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. പറമ്പിൽ ചാമ്പയ്ക്ക വളം നൽകിക്കൊണ്ട് നിൽക്കുന്ന അച്ചാച്ചന്റെ മുഖത്തും വിഷാദമായിരുന്നു. ദേ, ടോണി വന്നിട്ടുണ്ട്, നീ ഇവിടേക്ക് വരൂ എന്ന അമ്മയുടെ വിളി കാറ്റിൽ പറന്നുപോയി. ടോണി അവന്റെ അച്ഛനുമായി വന്ന് പൈസ നിറച്ച ബാഗ് കൈമാറി. വിറയ്ക്കുന്ന കൈകളോടെ പേപ്പർ ഒപ്പിട്ട് കൊടുക്കുന്ന അമ്മയുടെ ചിത്രം രാഹുലിന്റെ നിറഞ്ഞ കണ്ണുകളിൽ മങ്ങിയാണ് കണ്ടത്. പിറ്റേ ദിവസം എല്ലാവരും വസ്തുക്കളും എടുത്ത് വാതിൽ പൂട്ടി ഇറങ്ങി വണ്ടിയിലേക്ക് കയറി. താക്കോൽ ടോണിയുടെ അച്ഛന് നൽകി. രാഹുൽ വണ്ടിയിൽ കയറി. വണ്ടി നീങ്ങിയതോടെ രാഹുൽ തിരിഞ്ഞു നോക്കി. തന്റെ നഷ്ടപ്പെട്ട നന്മമരങ്ങളെ അവൻ അവസാനമായി കണ്ടു. അവന്റെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകാൻ തുടങ്ങി. അതിനു കൂട്ടായി പ്രകൃതി താളത്തിൽ പെയ്യാൻ തുടങ്ങി. അടുത്തതായി ഒരു ഇംഗ്ലീഷ് കവിത കേൾക്കാം. ചൊല്ലുന്നത് ശ്രീഷ്ണ. Today I'm going to sing an English song, Being Healthy. Mom says I have to brush my teeth in the morning and night. They look and taste much better, but I hate it when she is right. Dad says I have to take a bath and wash my body well. I do feel nice and clean and fresh, but now he is right as well. My brother says I have to wash my hands to keep them clean. He is right, my fingers feel so good. My sister says I have to eat some vegetables each day. She is right, I have more energy to run and walk and play. Mom says I have to brush my teeth in the morning and night. They look and taste much better, but I hate it when she is right. But Dad says I have to take a bath and wash my body well. I feel nice and clean and fresh, but now he is right as well. My brother says I have to wash my hands to keep them clean. He is right, my fingers feel so good. My sister says I have to eat some vegetables each day. She is right, I have more energy to run and walk and play. തൃപ്പതാകി ഉയർത്തി വാനിൽ പാറിപ്പറക്കാൻ നമ്മുടെ കൊച്ചുമിടുക്കർ. അടുത്തതായി പരിപാടിയിൽ ദേശഭക്തി ഗാന അവതരണം. ജന്മഭാരതം ജന്മഭാരതം ആ കർമ്മഭാരതം കർമ്മഭാരതം ആ എന്റെ ഭാരതം ഐക്യഭാരതം എന്റെ ഭാരതം ലലലലാ ലലലലലലലലാ ലലലലലലലലാ തിരകളെഴുതിയ വീരഭാരത കർമ്മഭാഗ്യമിതാ ആ ആ തിരകളെഴുതിയ വീരഭാരത കർമ്മഭാഗ്യമിതാ പുളകമണിയും വിശ്വസുന്ദര ദേശഗീതമിതാ ഹരിതസുരബില ശ്യാമതീരം ഹരിതഭാവന ജന്മഖേദം അതിരുകാക്കും മലകളും മലരും പുണ്യനദികളും സംഗമിക്കുന്നു ഭാരതം സ്വർഗമാ ആഹഹാ 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 ഗംഗയൊഴുകും ഭൂമിയിൽ ആ ആ പള്ളിമണികൾ പാടിടും ആ ആ ഗംഗയൊഴുകും ഭൂമിയിൽ പള്ളിമണികൾ പാടിടും ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യരെവിടെ ഏക സോദരരായി പുലരും നന്മകൾ നെഞ്ചിലേറ്റി അരുമയോടെന്നും ഒരമ്മ പുൽകിയ മക്കളായിട്ടൊത്തു ചേരുക നാം അഹിംസയെ വരിക്കുക അജയ്യരായി കുതിക്കുക അഹിംസയെ വരിക്കുക അജയ്യരായി കുതിക്കുക ഭാരതാംബയെ സഹസ്രം കാത്തുകൊള്ളുക പുണ്യ ഭാരതാംബയെ സഹസ്രം കാത്തുകൊള്ളുക
മരിച്ചു വീണൊരാൾ മഹത്വമേറെയും പകർന്നു തന്ന സ്വാതന്ത്ര്യം നെഞ്ചിലേറ്റുക. അഹാഹഹാ 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 ലാ 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 ലാ. ആഹാഹാ 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 ആഹാഹാ. ആർഷഭാരത കാവ്യ സംസ്കൃതി കേട്ടുണർന്നവർ നാം. ദേശഭാഷകൾ കോർത്ത മണ്ണിൽ കൂട്ടുചേർന്നവർ നാം. തൃപ്പതാകയുയർത്തി വാനിൽ യാത്ര തുടരുക നാം. വിശ്വസുന്ദര ഭൂവിലെല്ലാം കീർത്തി നേടാനായി. തൃപ്പതാകയുയർത്തി വാനിൽ യാത്ര തുടരുക നാം. വിശ്വസുന്ദര ഭൂവിലെല്ലാം കീർത്തി നേടാനായി. അടുത്തതായി മലയാളം പദ്യവുമായി കൊച്ചു കൂട്ടുകാരൻ ഗ്രിഗറിൻ. നമസ്കാരം. പ്രശസ്ത കവി ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ തോറ്റകുട്ടി എന്ന കവിത. തോറ്റകുട്ടി പുറത്തേക്കിറങ്ങി, തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു, കാറ്റിലേക്ക് കുടയും കൊടുത്തു, തുണ്ടു പെൻസിൽ എറിഞ്ഞു കളഞ്ഞു, കണ്ട കാട്ടുവഴിയിൽ നടന്നു, തൊട്ടുമെല്ലെ വിളിച്ചപ്പോൾ തോന്നി, തൊട്ടടുത്തു പിറകിൽ വന്നാരോ, തിത്തിരി പക്ഷി മൂളിയതാവാം, കൊച്ചു തുമ്പിയോ മൈനയോ ആവാം. കാട്ടുവള്ളിയിൽ തൂങ്ങി കുതിച്ചു, കാട്ടിലേക്കവൻ ചെന്നുപോൽ. പിന്നെ പൂക്കളൊക്കെയും വാക്കുകൾ പായും, കാട്ടരുവി കളകളഗാനം, രാത്രി നക്ഷത്ര വിസ്തൃതാകാശം, നിർത്തിവെച്ചൊരു പുസ്തകമായി. തോറ്റ കുട്ടിയെ തോളത്തു വച്ചു, പൂത്തു നിന്നു മരതകക്കുന്ന്, തോൽക്കുകില്ല നീ എന്നെ പറഞ്ഞു, കാത്തു നിൽക്കുന്നൊരമ്പിളിത്തെല്ല്, തോൽക്കുകില്ല നീ എന്നെ പറഞ്ഞു, കാത്തു നിൽക്കുന്നൊരമ്പിളിത്തെല്ല്, കാത്തു നിൽക്കുന്നൊരമ്പിളിത്തെല്ല്. നല്ല മനസ്സും സത്യസന്ധതയും ഉള്ളവർക്ക് എപ്പോഴും നല്ല ഫലം ലഭിക്കും. നാം ഓരോരുത്തരും എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സന്ദേശമാണിത്. പരിപാടിയിൽ അവസാനമായി ഇതേ ആശയത്തിൽ നമുക്കൊരു ഇംഗ്ലീഷ് ചിത്രീകരണം കേട്ടാലോ? ദി എൽഫ്സ് ആൻഡ് ദ ഷൂമേക്കർ. രംഗത്ത് ആരാധ്യ, ശ്രീകൃഷ്ണ, അനന്തകൃഷ്ണ, നിരഞ്ജന ആൻഡ് ഹിമഗംഗ. Hi friends, do you know why I am here? I have a story to tell you. Once there lived a shoemaker and his wife in a little house on the edge of a wood. They were very, very poor and each day grew poorer and poorer. At last, there was nothing left in the house but leather for just one pair of shoes. No customer comes to us. Our trade is failing. How shall we live? It might be a customer. At this hour? Wait, let me go and check it. Good evening, sir. Please sit down. I'm here not to sit. You owe me 1,000 rupees in rent. We will pay you in a month's time.
Please be kind to us. Be kind? Not a chance. That's not my way. You have no heard, sir. Pay up your rent. I will close down your shop. We have to work hard. We must not lose our shop. That's what we cannot do. This leather will make just one pair of shoes. Tomorrow we'll stitch it all together. I am tired. I must sleep. They slept. Strange things happened. Some people came tiptoeing to their workshop. Who were they? Yes, they are two elves. This is how we make a shoe. Snip, 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 sew. Pull the thread right in and through. Snip, 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 sew. This is how we make a shoe. Wow, it's a miracle. The leather has been made into a pair of beautiful shoes. I can't believe this. Who made this? I would like to have a such of pair of dark brown shoes. Do you such a pair? Of course, sir. We have one right there. What size are those shoes? They are size 10, sir. They are perfect. What's the price? 500. Only 500? But they are so well made. I will give you 800 rupees. Oh, sir. That's very kind of you. 800 rupees? We can buy leather for 6 pairs of shoes. The customer recommended the shoemaker to all his friends. The shoemaker brought more leather, and while they slept that night, the elves came. This is how we make a shoe. Snip, 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 sew. Pull the thread right in and through. Snip, 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 sew. With a tip tap here and there. Here a tap, there a tap. Everywhere a tap, 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 tap. This is how we make a shoe. Snip, 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 sew. Oh, my 6 pair of shoes. Again? Wow, they are pretty too. Who is sewing all these shoes? I don't know. What's going on? The shoemaker sold the shoes straight away. Days passed. Each day, the shoemaker brought more leather. Soon, the shoemaker became rich. We must find out who is helping us. You are right. Let's stay up one night and find out who does. We must give him a gift. Let's give him a good feast. Definitely. Shoemaker and his wife hid in the cupboard. They stayed awake. 1 hour went by and a few more. The clock struck 2, then 3. Suddenly they came. 2 little elves. The shoemaker and his wife came out of the hiding place and greeted the elves. We don't know how to thank you. How do you work so quickly and make such beautiful shoes? We just work. Helping others is our pleasure. But we cannot do it anymore now. There are others like you who are in need. We are going to them from tomorrow onwards. Yes, this will be our final visit and this our final shoe. What did they say? I will never let them go. We helped you when you were in need. Now you can work hard and live happily. But they will be leaving today. I will never let them go. I will make them my slaves. Go and close all the doors and windows. Don't you remember those days? We couldn't pay the rent. Those days of insult even without food. We will go back to those days if they stop coming. No dear, it will never happen. They have helped us a lot, made us rich. We should not be this greedy. Greedy people can never be happy. Yes, I should not be that greedy. I should be thankful. This is our last shoe. We are leaving. We will always be thankful to you. We will work hard and live. You taught us how to make marvelous shoes and you are leaving now. This is your last visit. Let's have our dinner. We will keep your memory alive. Thank you so much. The food and the drink was good. Your shop is famous now. Work hard and you will have good fortune forever. നിങ്ങൾ ഇതുവരെ കേട്ടത് ബാലുശ്ശേരി പുത്തൂർവട്ടം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.